പേരെടുത്ത് പറയാതെ ഹൃദയംഗമമായി അഭിവാദ്യം ചെയ്യുകയാണ്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഏതാനും സമയത്തിനകം ഇവിടെ എത്തിച്ചേരാനിരിക്കുകയും ചെയ്യുകയാണ്. വളരെ പ്രശംസനീയമായിട്ടുള്ള, ശ്രദ്ധേയമായിട്ടുള്ള ഒരു മഹത്തായ ചടങ്ങിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. യൂട്യൂബിൽ വൈറലായിട്ടുള്ള ഒരു വീഡിയോയെക്കുറിച്ച് പലപ്പോഴും ഞാൻ പറയാറുണ്ട്. ഒരു ചെറുപ്പക്കാരൻ രാവിലെ എഴുന്നേറ്റിട്ട് അയാളുടെ റുട്ടീൻ ആരംഭിക്കുന്നത് മുതലാണ് ആ വീഡിയോ പ്ലേ ആവുന്നത്. രാവിലെ എഴുന്നേറ്റ് അയാൾ ആദ്യം തൻ്റെ കട്ടിലിനോട് ചേർന്ന് കിടക്കുന്ന അമ്മയുണ്ട്, ആ അമ്മയെ പതുക്കെ എഴുന്നേൽപ്പിച്ച് അവരുടെ മുഖമൊക്കെ വൃത്തിയാക്കി മുടിയൊക്കെ ചീകി കൊടുത്ത്, അവർ ബെഡ് റിഡനാണ്, എഴുന്നേൽക്കാനാവില്ല, അവിടെ തന്നെ കിടത്തി വളരെ പെട്ടെന്ന് ഈ ചെറുപ്പക്കാരൻ കുളിച്ച് പണിയായുധങ്ങളൊക്കെ എടുത്ത് ഒരു കൊട്ടയിൽ ഈ അമ്മയെ കിടത്തി ആ കൊട്ട ഒരു തലച്ചുമടായി എടുത്ത് ഇയാൾ യാത്ര പോവുകയാണ്. വയൽവരമ്പിലൂടെ തലയിളകാതെ അയാൾ നടക്കുന്നുണ്ട്. ചെറിയ തോട് മുറിച്ച് കിടക്കുന്നുണ്ട്. അപ്പോഴൊക്കെയും അയാളുടെ കണ്ണുകളിൽ ഒരു വല്ലാത്ത ജാഗ്രതയും സൂക്ഷ്മതയും ഒക്കെയുണ്ട്. അങ്ങനെ പോയി ഇയാളുടെ പണിസ്ഥലത്തെത്തി കയ്യിലുള്ള ഒരു തുണി കൊണ്ട് മുകളിൽ 2 കമ്പിൽ ആ തുണി കെട്ടി അതിൻ്റെ താഴെ അമ്മയെ കിടത്തി അയാൾ പണിയിൽ വ്യാപൃതനായി പണി കഴിഞ്ഞ് തിരിച്ച് ആ അമ്മയെ ഇതേപോലെ ചുമന്ന് വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഇത് ശ്രദ്ധിച്ചിട്ടുള്ള ഈ യൂട്യൂബർ ഇയാളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അമ്മയെ കൊണ്ടിങ്ങനെ പോകുന്നത്? ആരെങ്കിലും നോക്കാൻ നിർത്തിക്കൂടെ? അയാൾ പറയുന്നു, അതിനുള്ള പൈസ എൻ്റെ കയ്യിലില്ല. ബന്ധുക്കൾ ആരെ ഏൽപ്പിച്ച് പോന്നാലും എനിക്ക് എൻ്റെ പണിയിൽ അമ്മക്ക് വെള്ളം വേണ്ടപ്പോൾ കൊടുക്കാൻ, ദേഹത്തേക്കൊരു പൊടി വീണാൽ തട്ടാൻ, എങ്ങനെ അമ്മ അത് ചെയ്യാമെന്ന് കരുതിയിട്ട് എൻ്റെ മനസ്സിങ്ങനെ ആദ്യമാവും. ഇതെൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ അമ്മ കിടക്കുമ്പോൾ എനിക്കെൻ്റെ പണിയിൽ കോൺസെൻട്രേഷൻ ഉണ്ടാവും. ഇത് കേട്ട് അത്ഭുതപ്പെട്ട് യൂട്യൂബർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഏതുവരെയാണ് പഠിച്ചതെന്നാണ്. അയാൾ പറയുന്നുണ്ട്, എനിക്ക് പ്രിലിമിനറി കഴിഞ്ഞിട്ട് പഠിക്കാനൊന്നും പോകാൻ പറ്റിയിട്ടില്ല. അപ്പോഴേക്കും അമ്മ വീട് പോയി, അമ്മയെ നോക്കണമായിരുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ കാരുണ്യം എന്ന് പറയുന്നത് മനുഷ്യനുണ്ടാവാൻ അറിവ് കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും നമ്മൾ പറയുന്ന സംസ്കാരം കൊണ്ടും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നത് തെറ്റായ ഒന്നാണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുന്നിടത്ത് പറയണത് അറിവില്ലാത്തവനെ അല്ലെങ്കിൽ സംസ്കാരമില്ലാത്തവനെ ഉണ്ടാക്കുന്നതാണ് വിദ്യാഭ്യാസം എന്നാണ്. പക്ഷേ ഞാനൊരു ജനപ്രതിനിധിയായി, അഷ്റഫിൻ്റെ പിറകിലുണ്ട്, ജനപ്രതിനിധിയായിട്ട് ഞാൻ നിന്ന ഒരാളാണ്. അഴീക്കോടിലെ വൃദ്ധസദനത്തിൽ വെച്ചാണ് തലശ്ശേരി മുനിസിപ്പൽ ചെയർമാനായ ഒരു മനുഷ്യൻ ആരോരുമില്ലാതെ മരിച്ചു പോകുന്നത്. ഞാനവിടെ MLA ആയിരിക്കുന്ന സമയത്ത്. അയാൾക്ക് മക്കൾ മാത്രമല്ല, തലശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായിരുന്നു ഒരു കാലത്ത്. എല്ലാം തികഞ്ഞ് മക്കളും വിവരവും വിദ്യാഭ്യാസവും ഉള്ള എത്രയോ കുടുംബങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാനാവാത്ത വിധത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടാക്കുമ്പോൾ നമ്മളൊന്നിനും കൊള്ളില്ല എന്ന് വിചാരിക്കുന്ന മനുഷ്യരുടെ മനസ്സിനകത്തുള്ള ആർദ്രതകൾ ഇതിൻ്റെയൊക്കെ അപ്പുറമാണ്. ഞാൻ CH സെൻ്ററുകളും ഇതിന് സമാനമായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളും ഒക്കെ കാണുമ്പോൾ പലപ്പോഴും ആലോചിക്കാറുള്ളൊരു കാര്യമുണ്ട്. അതിനുവേണ്ടി എടുക്കുന്ന ആളുകളുടെ ഒരു ആത്മഹർഷമുണ്ട്, ഒരു സന്തോഷം. അവരുടെ ജീവിതത്തിൽ അവർ കോഴിക്കോട് CH സെൻ്ററിലൊക്കെ പോകുമ്പോൾ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, കുറേ ആളുകൾ എപ്പോഴും അവിടെ ഉണ്ടാകും. വിളിച്ചു പറഞ്ഞാൽ ഒരു രോഗിയെ നിങ്ങളൊന്ന് പോയി നോക്കണം മെഡിക്കൽ കോളേജിൽ എന്ന് പറഞ്ഞാൽ
പിന്നെ നമ്മളെ വിളിക്കുന്നത് ആയുസ് ഉണ്ടെങ്കിൽ ആ രോഗിയാണ്. അവർ പറയും നിങ്ങളൊന്ന് വിളിച്ചു പറഞ്ഞു CH സെൻറ്ററിൽ. ആ വോളണ്ടിയർമാർ എല്ലാ സമയത്തും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ എൻ്റെ മക്കളെ പേരെടുത്ത് വിളിക്കുന്നതിന് മുമ്പ് ആ വോളണ്ടിയർമാർ ഞങ്ങളുടെ അടുത്തുണ്ടാകുമായിരുന്നു. മനുഷ്യരുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ ഈ CH സെൻറ്റർ എന്ന് പറയുമ്പോൾ അതൊരു പണം കൊണ്ട് മാത്രം നടക്കുന്ന, സമ്പത്ത് കൊണ്ട് മാത്രം നടക്കുന്ന ഒന്നല്ല. സമ്പത്ത് ഉള്ള കുറേ ആളുകളെ നമുക്കറിയാം, അത് കൈവശം വച്ചിരിക്കുന്നവരെ നമുക്കറിയാം. പക്ഷെ അതിനെ ജനങ്ങളിൽ എത്തിക്കാൻ കഴിയുന്ന മനസ്സുള്ള ഒരു പ്രവർത്തക സംഘമുണ്ട്. അതാണ് വലുതെന്ന് പറയുന്നത്. അത് കേവലം പണം മാത്രമല്ല. നിങ്ങൾ CH സെൻറ്ററിൻ്റെ വോളണ്ടിയർമാരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവരുടെ അത്യധ്വാനം. ഇപ്പം ഈ സക്കാത്ത് എന്ന് പറയുന്നതിന് നമുക്കൊക്കെ അറിയാം, ബഹുമാനപ്പെട്ട താങ്കളെ പോലെയൊക്കെയുള്ള വലിയ പണ്ഡിതന്മാരൊക്കെ ഇരിക്കുന്ന സദസ്സാണ്. സക്കാത്ത് നമുക്കറിയാം, നമ്മൾ വർഷാവർഷം നമ്മളുടെ സ്വത്തിൻ്റെ ഒരു വിഹിതമെടുത്ത് കൃത്യമായ അളവിൽ നമ്മൾ കൊടുക്കുന്നതാണ്. പക്ഷെ സക്കാത്തിന് ഭാഷാപരമായ ഒരു പരിപ്രേക്ഷ്യമുണ്ട്. അതെന്താണെന്നറിയോ? വിഭവം കൈവന്നവൻ ആരാണോ അവൻ വിഭവമില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം. അതാണ് സക്കാത്ത്. സക്കാത്ത് എന്ന് പറയുന്നതിൻ്റെ ഭാഷാപരമായ പരിപ്രേക്ഷ്യം അതാണ്. വിഭവം കൈവന്നവൻ ആരാണോ അവൻ വിഭവമില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം. നാം അത് സമ്പത്തിൻ്റെ കണക്കായിട്ട് കണക്ക് കൂട്ടാറുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ ആരോഗ്യം, അതിനൊരു സക്കാത്തുണ്ട്. കണ്ണില്ലാത്തവന് വേണ്ടി കാണാനാണ് കണ്ണ്, നമ്മുടെ കാഴ്ച. കൈ ഉയർത്താൻ കഴിയാത്തവന് വേണ്ടി ഉയർത്താനാണ് നമ്മുടെ കൈ. നടക്കാൻ കഴിയാത്തവൻ്റെ കാലാവുമ്പോഴാണ് ആരോഗ്യമുള്ള നമ്മളുടെ കാലിൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കാൻ കഴിയുന്നുള്ളൂ എന്നാണ്. നമുക്ക് ജീവിതത്തിൽ പലരും കരുതുന്നൊരു കാര്യമുണ്ട്, CH സെൻറ്ററിനൊക്കെ പൈസ കൊടുക്കണം. അവിടെ നിന്ന് ഇങ്ങനെ സ്വാഗത പ്രസംഗം പറയുമ്പോൾ ഇങ്ങനെ അതിൻ്റെ കണക്കുകൾ ഇങ്ങനെ പറയുമ്പോൾ അവരാണെന്നാണ്. അതിന് മാത്രമല്ല, ഈ കൂടിയിരിക്കുന്ന നിങ്ങൾക്കും എനിക്കും ഒക്കെ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. നമുക്കൊക്കെ ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മളൊക്കെയും നിർവഹിക്കേണ്ടുന്ന വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിന് ഹൃദയത്തിനകത്തുണ്ടാവുന്ന കാരുണ്യം. നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ഇങ്ങനെ ഒരു ദിവസം എത്ര തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയും. അത് കാരുണ്യവാനായ അള്ളാഹുവിനെ ആരാധിക്കുന്നവരല്ലേ നമ്മൾ. ആ കാരുണ്യത്തിൻ്റെ അംശം മനസ്സിനകത്തുണ്ടാവണ്ടേ? ആംഗൽ ഇദ്രീസ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട്, തുർക്കിയിലെ എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ലവ് സ്റ്റോറി എ ഡിഫറെൻറ്റ് കൈൻഡ് എന്ന് പറയുന്ന ഒരു ചെറിയ പുസ്തകമുണ്ട്, ഒരു ചെറുകഥയുണ്ട്. ലവ് സ്റ്റോറി എ ഡിഫറെൻറ്റ് കൈൻഡ് എന്നാണ് ആംഗൽ ഇദ്രീസിൻ്റെ ആ പുസ്തകത്തിൻ്റെ പേര്. അതിങ്ങനെയാണ്, ഒരു ബാഗ്ദാദിലെ ഒരു യുദ്ധം നടക്കുന്ന ക്യാമ്പിനകത്ത് യുദ്ധത്തിൽ ചോര വാർന്നു പോകുന്നവർക്ക് ചോര കൊടുക്കാൻ വേണ്ടി കുറേ ആളുകൾ സന്നദ്ധരായി വരുന്നുണ്ട്. അവരിങ്ങനെ ചോര കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ കുട്ടി അവിടുന്ന് അവരോട് പറയുന്നു, എനിക്കും ചോര കൊടുക്കണം. അപ്പോൾ ആദ്യമൊക്കെ അവർ നിരുത്സാഹപ്പെടുത്തി. ആ കുട്ടി പറഞ്ഞു, എനിക്ക് ഈ യുദ്ധത്തിൽ പരിക്ക് പറ്റിയവരെ രക്ഷിക്കാൻ എനിക്കും ചോര കൊടുക്കണം. അവസാനം അവനോട് പറഞ്ഞു, നീ ആ ടേബിളിൽ കിടക്ക്. അവൻ കിടക്കാൻ വേണ്ടി പറഞ്ഞ പാവം പറഞ്ഞു, ഞാൻ എൻ്റെ ഉമ്മയോടൊന്ന് പറഞ്ഞിട്ട് വരട്ടെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അതിൻ്റെ കാര്യമല്ല, നിനക്ക് ചോര കൊടുത്തു കഴിഞ്ഞിട്ട് ഉമ്മനെ കാണാമല്ലോ. അപ്പം അവൻ പറയുന്നുണ്ട്, ചോര കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഉമ്മനെ കാണാം, ഞാൻ മരിച്ചുപോയില്ലേ. അവൻ കരുതുന്നത് ചോര കൊടുത്താൽ മരിച്ചു പോകുമെന്നാണ്. മരിച്ചു പോയാലും ചോര കൊടുക്കും എന്ന് വിചാരിക്കുന്ന അവൻ്റെ മനസ്സിനകത്തുള്ള വികാരത്തിൻ്റെ പേരാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ചോര കൊടുക്കുന്നതാണ് സ്പിരിച്വാലിറ്റി, ചോര എടുക്കുന്നതല്ല സ്പിരിച്വാലിറ്റി. അത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ചോര എടുക്കുന്ന ഒരു, നേരത്തെ പറഞ്ഞൊരു രാഷ്ട്രീയവും ഒരു മതവും സംഘർഷമൊക്കെ ഉണ്ട്. ചോര കൊടുക്കുന്നതിനാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുക. മറ്റുള്ളവന് കൊടുക്കാൻ കഴിയുന്ന, അപ്പം ഗാന്ധിജിയുടെ അതിമനോഹരമായ ഒരു വാചകം ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയാറുള്ള ഒരു കാര്യമാണ്. അതിങ്ങനെയാണ് ഗാന്ധിജി പറഞ്ഞത്, ഡൊണേറ്റ് യുവർ സ്മൈൽ, ഡൊണേറ്റ് യുവർ വേർഡ്സ്, ഡൊണേറ്റ് യുവർ പ്രസൻസ്, ദാറ്റ് മേക്സ് ഡിഫറൻസ് ഇൻ സമ്മൺ ലൈഫ്സ് എന്നാണ്. നിങ്ങൾ നിങ്ങളുടെ പുഞ്ചിരി സംഭാവന ചെയ്യുക. പുഞ്ചിരി സംഭാവനയാണ്.
ഇന്നക്കും ലതസ്റഊന അന്നാസ ബിഅംവാലിക്കും വലാകിൻ യസ്റഊഹും മിൻകും ബസ്തുൽ വജ്ഹി വഹുസ്നുൽ ഖുൽഖി. നല്ല സ്വഭാവം, നല്ല പുഞ്ചിരി സദക്ക പോലെ പുണ്യമാണ്. നിങ്ങളുടെ അടുത്ത് ഒരാളൊരു സഹായം ചോദിച്ചു വരുമ്പോൾ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അയാളോട് മാന്യമായി പുഞ്ചിരിച്ചു പെരുമാറുന്നതും സദക്കയാണ്. ഒരാളെ കാണുമ്പോൾ ചിരിക്കുക, അവരെ ചേർത്ത് പിടിക്കുക, ഡൊണേറ്റ് യുവർ പ്രസൻസ്. രോഗികളുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ ചെലവഴിക്കുന്ന സമയമുണ്ടല്ലോ, ഇരിക്കുന്ന സമയമുണ്ടല്ലോ, അത് സംഭാവനയാണ്. ഡൊണേറ്റ് യുവർ വേർഡ്സ്. നിങ്ങൾ പറയാ പുറത്ത് തട്ടിയിട്ട് സാരമില്ല, വിഷമിക്കണ്ട, ശരിയാവും, ബേജാറൊന്നും ആവണ്ട. ഒരു രോഗിയോട് ചേർന്ന് നിങ്ങളൊന്ന് സമാധാനിപ്പിച്ച് നോക്ക്. നിങ്ങളുടെ വാക്കുകൾക്ക് പുണ്യമുണ്ട്. ദാറ്റ് മേക്സ് ഡിഫറൻസ് ഇൻ സമ്മൺ ലൈഫ്സ്. അത് മനുഷ്യരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്നതാണ്. ആത്മഹത്യയെക്കുറിച്ച് പുസ്തകം എഴുതിയിട്ടുള്ള ഫ്രെഡറിക് ബെൻ പറയുന്നത്, ഒരാൾ ആത്മഹത്യയുടെ മുനമ്പിലെ അവസാനത്തെ സെക്കൻഡിൽ നിൽക്കുകയാണ്. ആ സമയത്ത് അയാളുടെ പുറത്തു പോയി തട്ടിയിട്ട് ഹേയ് എന്താ നിൻ്റെ പ്രശ്നം എന്ന ഒരൊറ്റ ചോദ്യം മതിയാകും അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനെന്നാണ്. വാക്കുകൾക്ക് മറ്റു പലരുടെയും ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയും എന്ന് ഗാന്ധിജി പറയുന്നുണ്ട്. ഗാന്ധിജി എന്നിട്ട് പറയണ സുപ്രധാനമായൊരു വാക്കുണ്ട്. അതെന്താണെന്നറിയാം ഞങ്ങൾ? ദൈവം സത്യമാണ്, എന്നാൽ എനിക്കിഷ്ടം സത്യത്തെ ദൈവം എന്ന് വിളിക്കാനാണ്. ഇതിലെന്താ വ്യത്യാസം? ദൈവം സത്യമാണ്, എന്നാൽ എനിക്കിഷ്ടം സത്യത്തെ ദൈവം എന്ന് വിളിക്കാനാണ്. എന്ന് വെച്ചാൽ സത്യത്തെയും തെരഞ്ഞാൽ നിങ്ങൾ പോകണമെങ്കിൽ അവിടെ ദൈവം ഉണ്ടാവും, ഉറപ്പാണ്. പക്ഷേ ദൈവത്തെ നിങ്ങൾ തെരഞ്ഞു പോകുന്നിടത്ത് നിങ്ങൾ ഈ സത്യത്തെ മറന്നുപോയാലോ നിങ്ങൾക്ക് ദൈവത്തെ കാണാൻ കഴിയില്ല എന്നാണ്. ഒറ്റ കാര്യം ഞാൻ പറയാം, പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പോവാണ്, ദൈവത്തിനെ കാണാൻ പോവല്ലേ? പോകുന്ന വഴിയിൽ ഒരു മനുഷ്യൻ വേദന കൊണ്ട് പുളയുന്നുണ്ട്. നിങ്ങൾക്ക് അവനെ ചേർത്തു പിടിക്കാൻ കഴിയാതെ, അവനെ പരിഗണിക്കാതെ നിങ്ങൾ പള്ളിയിലേക്ക് പോയാൽ അവിടെ അള്ളാഹുവിനെ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? സത്യം എവിടെ ഉണ്ടാകും? അവിടെ അള്ളാഹു ഉണ്ടാകും. അള്ളാഹു ഉണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചു പോകുന്നിടത്ത് സത്യം ഉണ്ടാകണമെന്നില്ല, അവിടെ അള്ളാഹു ഉണ്ടാവില്ല. അതാണ് ഗാന്ധിജി പറയുന്നത്, ദൈവം സത്യമാണ്, എന്നാൽ എനിക്കിഷ്ടം സത്യത്തെ ദൈവം എന്ന് വിളിക്കാനാണ്. ഞാൻ പലപ്പോഴും മണ്ഡലത്തിലെ ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ ഒരു സംഗമം അവരുടെ രക്ഷിതാക്കളെയൊക്കെ വിളിച്ചു വരുത്തിയിരുന്നു. ഞാനിപ്പോഴും എൻ്റെ മനസ്സിൽ കണ്ടിൽ നിന്ന് പോകാൻ പെൻസില് പോലെ മെല്ലിച്ചു പോയ ഒരു അമ്മ, തടിച്ചു കൊടുത്ത ഒരു മകൻ. ആ യോഗം തുടങ്ങുന്ന സമയം മുതൽ ആ കുട്ടി ആ അമ്മയുടെ ഒക്കത്താണ്. അവരെ കക്ഷത്തിങ്ങനെ വെച്ചിരിക്കുകയാണ്. അവർക്കൊന്ന് നീങ്ങി നിന്നാൽ അവർ വീണുപോകും. അവർ പലതവണ ഈ മകനെ ഇരുത്താൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാലോ, ഓട്ടിസം ബാധിച്ച കുട്ടികളാവുമ്പോൾ അവൻ നിർത്താതെ കരയാണ്. ഞാൻ അമ്മയോട് പോയി ചോദിച്ചു, അമ്മേ നിങ്ങളിവിടെ ഇരിക്ക്, അവനെയും കൊണ്ട് ഇരുന്ന് നോക്ക്. പലതവണ എനിക്ക് ഈ അസ്വസ്ഥത കൊണ്ട് ഞാൻ ചോദിച്ചു പോയി. അവർ പറയുന്നു, മോനെ എനിക്ക് പ്രശ്നമില്ല, ഇത് ഞാൻ ജീവിതം മുഴുവൻ അനുഭവിക്കുന്നതാണ്, കുഴപ്പമില്ല, മോൻ്റെ പരിപാടി നടക്കട്ടെ. നമ്മൾ തമ്മിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ട്. രാഷ്ട്രീയം, മതപരമായ തർക്കങ്ങൾ, ജാതി, സാമ്പത്തിക പ്രശ്നങ്ങൾ. പക്ഷേ ഓട്ടിസം ബാധിച്ച ഒരു കുഞ്ഞ് വീട്ടിലുണ്ടായാൽ മതി, നിങ്ങളിതൊന്നും മൈൻഡ് ചെയ്യൂല. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഒരൊറ്റ കുഞ്ഞു മതി, ജീവിതത്തിൻ്റെ എല്ലാ സ്വാസ്ഥ്യവും പോവും. പിന്നെ രാഷ്ട്രീയ തർക്കമില്ല, മത തർക്കമില്ല, കുഴപ്പമില്ല, അവിടുന്ന് അനങ്ങാനാവില്ല. എത്ര അമ്മമാരുണ്ട് അങ്ങനെ ജീവിക്കുന്നത് നമുക്കിടയിൽ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എനിക്ക് അനുഭവത്തെന്ന് പറയുമ്പോൾ അതിനൊരു ക്ലാരിറ്റി ഉണ്ട്. ഞാൻ കോൺസ്റ്റൻസിയിൽ ഒരു സർവേ നടത്തുമ്പോൾ ആ സർവേയുടെ ഉദ്ഘാടനത്തിന് ഞാൻ അഴീക്കോടുള്ള അവിടെയുള്ള ഒരു തുണി വ്യവസായിയുടെ വീട്ടിലാണ് പോയത്. അവിടുത്തെ അമ്മ കൊലായിലിരിക്കുന്നുണ്ട്. അവരോട് ചോദിച്ചിട്ടാണ് സർവേ തുടങ്ങുന്നത്. വീട്ടിൻ്റെ മുറ്റത്ത് ബെൻസ് ഉണ്ട്, വലിയ വലിയ കാറുകളുണ്ട്, അവർ വലിയ എക്സ്പോർട്ടേഴ്സാണ്.
ആദ്യത്തെ ചോദ്യം ഇതാണ്, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? ആ അമ്മ എന്നോട് പറഞ്ഞത്, നേരം വെളുത്താൽ രാവിലെ ബാത്റൂമിൽ പോയി പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ എനിക്ക് പറ്റണം. അവർ വീൽ ചെയറിലായിരിക്കണത്. അവർക്ക് ഉള്ള ബെൻസ് വേറെ സൗകര്യം ഉണ്ടാക്കി തരണം എന്നല്ല, അവനവൻ്റെ ജീവിതത്തിലെ സൗകര്യങ്ങൾ, അതിൻ്റെ വ്യാപ്തി, അതിൻ്റെ വലിപ്പം, അതെത്രമേൽ വലുതാണെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കിയാൽ അപ്പോഴേ മനസ്സിലാവും. മറ്റുള്ളവരുടെ സങ്കടങ്ങൾ, ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ കാസർഗോഡ് ആശുപത്രിയിൽ പോയി നോക്ക്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോയി നോക്ക്. അവിടെ കാണുന്ന സങ്കടങ്ങൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയാൽ മാത്രം പോരാ, അവിടെ ഒന്ന് പോയി നോക്കും കൂടി ചെയ്യുമ്പോൾ അറിയും അവിടെ ഒരുപാട് രോഗമുണ്ട്. ക്യാൻസറുണ്ട്, തലവേദനയുണ്ട്, നെഞ്ചുവേദനയുണ്ട്, പഴുത്ത് ശരീരങ്ങൾ പുഴുത്തുപോയ രോഗങ്ങളുണ്ട്. നിങ്ങൾക്ക് അവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു രോഗിയെ, മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധൻ, ജൈനൻ, ഹിന്ദു കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമോ നിങ്ങൾക്ക്? രോഗം അവിടെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനിൽ രോഗം മാത്രമാണ്, പേരൊരു പക്ഷേ മതം അടയാളപ്പെടുത്തപ്പെടാം. രോഗം, സങ്കടം, വിഷമം, പ്രയാസങ്ങൾ, സന്തോഷങ്ങൾ, ഇതൊക്കെ മനുഷ്യൻ്റെ വികാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അവിടെ ഒന്നും അതില്ല. അതുകൊണ്ട് CH സെൻ്റർ കേരളം മുഴുക്കെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ വേദനയാണ് പ്രധാനം. അത് നോക്കാനാണ് അവനോട് പരമേശ്വരനായ അള്ളാഹു പറഞ്ഞത്. അത് നോക്കാൻ മാത്രമേ നീ പാടുള്ളൂ എന്നാണ്. ഈ നാട്ടിലെ മറ്റൊരു തരത്തിലുമുള്ള വിജാതീയമായ വേറെ തലങ്ങളിലുള്ള ചിന്തകൾ പാടില്ല എന്നാണ്. CH സെൻ്ററിനെ ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്നതും അത് പാലിച്ചു വരുന്ന മികച്ച സംഘടനകളിൽ ഒരുപക്ഷെ CH സെൻ്ററാണ് കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ മികച്ചു നിൽക്കുന്ന ഒന്ന് എന്ന് പറയാൻ നമുക്ക് കഴിയും. അതിന് കഴിയുകയും പ്രധാനപ്പെട്ട കാര്യമാണ്. ആൻ്റണി ഡി മെല്ലോയുടെ പ്രയർ ഓഫ് ദ ഫ്രോഗ് എന്ന് പറയുന്ന ഒരു ചെറുകഥയുണ്ട്. മനോഹരമായൊരു കഥയാണ്. അത് ഒരു യുദ്ധം നടക്കുമ്പോൾ യുദ്ധത്തിൽ 3 ബാച്ചുകളായിട്ട് പോകാൻ വേണ്ടി ഇതിൻ്റെ കമാൻഡർ തീരുമാനിച്ചു. ആദ്യത്തെ ബാച്ച് പോയി. രണ്ടാമത്തെ ബാച്ച്, ആദ്യത്തെ ബാച്ച് യുദ്ധത്തിൻ്റെ ജയം നടക്കുമോ എന്നൊക്കെ നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അതിനിടയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ക്യാപ്റ്റനോട് പറയുന്നുണ്ട്, നമ്മൾ പോണ്ടേ, നമുക്ക് വേഗം പോണ്ടേ. അപ്പോൾ ക്യാപ്റ്റൻ പറയുന്നുണ്ട്, യുദ്ധത്തിൻ്റെ ഭൂമിയിൽ നിന്ന് വരുന്ന വാർത്തകൾ മോശമാണ്, നമ്മൾ പോകാനായിട്ടില്ല. ഇവൻ പിന്നെയും പറയുന്നുണ്ട്, അല്ല നമുക്ക് പോണ്ടേ. അവസാനം ക്യാപ്റ്റൻ പറഞ്ഞു, നമ്മൾ തോറ്റു, നമ്മുടെ ആളുകൾ ഒരുപാട് കൊല്ലപ്പെട്ടു, നമ്മൾ പോകുന്നില്ല. ഇവൻ ക്യാപ്റ്റൻ്റെ കാല് പിടിച്ച് കരയുന്നുണ്ട്, എനിക്ക് പോകണം. അയാൾ ചോദിച്ചു, തോറ്റുപോയൊരു യുദ്ധത്തിൽ നീ ഒറ്റയ്ക്ക് പോകാനാണോ? അവൻ പറഞ്ഞു, അല്ല, എൻ്റെ കൂട്ടുകാരൻ അവിടെയുണ്ട്, ഞാൻ രണ്ടാമത്തെ ബാച്ചിൽ ചെല്ലാമെന്ന് അവനോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പോകണം. അവസാനം ഈ ക്യാപ്റ്റൻ അവനെ വിട്ടു. കുറച്ച് കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ നോക്കുമ്പോൾ ഈ പോയവനുണ്ട് തോളത്ത് ഒരു മൃതശരീരവും വഹിച്ച് വരികയാണ്. അവിടെ കിടത്തിയിട്ട് പറഞ്ഞു, എൻ്റെ കൂട്ടുകാരനാണ്. കണ്ണ് നിറച്ചിട്ട് പറഞ്ഞു. ക്യാപ്റ്റൻ ഇത്തിരി നീരസത്തെ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ അവൻ മരിച്ചിട്ടുണ്ടാവുമെന്ന്. അവൻ ക്യാപ്റ്റനോട് പറഞ്ഞു, അങ്ങനെ പറയരുത്, ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവന് ജീവൻ്റെ ഒരു തരി ബാക്കി ഉണ്ടായിരുന്നു. അവൻ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, എനിക്കറിയാമായിരുന്നു നീ വരുമെന്ന്, എനിക്കറിയാമായിരുന്നു നീ വരുമെന്ന്. കാഞ്ഞങ്ങാടിൻ്റെ പ്രാന്തഭാഗങ്ങളിൽ, ഉൾഗ്രാമങ്ങളിൽ സങ്കടങ്ങൾ കൊണ്ട്, വേദന കൊണ്ട്, പ്രയാസം കൊണ്ട് കഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ടാവും. അവരുടെ ഹൃദയത്തിലെ ഒരു പ്രതീക്ഷയായി ഈ CH സെൻ്റർ ഉണ്ടാവണം. അവർക്ക് തോന്നണം, വരാനൊരാളുണ്ട്, നോക്കാനൊരാളുണ്ട്, ആരുമില്ലെങ്കിലും കൈപിടിക്കാൻ ഞങ്ങൾക്കിവിടെ പച്ച അക്ഷരത്തിൽ എഴുതി വെച്ച ഹൃദയഹാരിയായ ഒരു സെൻ്ററുണ്ട്. അങ്ങനെ മനുഷ്യൻ്റെ ചിന്തകളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ മാത്രമാണ് ഇതിനു വേണ്ടി പണം ചെലവഴിച്ച, അധ്വാനിച്ച മനുഷ്യൻ്റെ പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടാകും. അങ്ങനെ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി അങ്ങനെ ആവട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. CH സെൻ്ററിൻ്റെ പ്രവർത്തകന്മാരോട് ഞാൻ പറയണത്,
ഭാരിച്ച ഉത്തരവാദിത്തമാണ്. നമ്മൾക്ക് വിശ്വാസപരമായി നിർവഹിക്കാൻ കഴിയുന്ന ഒരു വലിയ നന്മയുടെ ഭാഗമാണ്. ഖായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് തുടങ്ങി നമ്മുടെ ലക്ഷ്യങ്ങൾ പറയുന്നിടത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ സ്പിരിച്വാലിറ്റി, ആത്മീയത, ആ ആത്മീയതയെ നിർവഹിക്കാൻ കഴിയുന്ന ഇടങ്ങളിൽ പറഞ്ഞു വെച്ച ഒന്ന് മറ്റുള്ളവൻ്റെ സങ്കടത്തെ കൂടി ഏറ്റെടുക്കുക എന്നതാണ്. ആർത്തലച്ച മുദ്രാവാക്യങ്ങൾക്കിടയിലും ബഹളമയമായ രാഷ്ട്രീയ പ്രഘോഷണങ്ങൾക്കിടയിലും മനുഷ്യൻ എന്ന് പറയുന്നവൻ്റെ സങ്കടങ്ങൾ കൂടെ ചേർത്ത് വെക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ കൊടി നെഞ്ചത്തു കുത്തി നടക്കുന്നതിൽ അർത്ഥമുണ്ടാവില്ല എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ പേരാണ് CH സെൻറ്റർ എന്ന് പറയുന്നത്. അതിനു വേണ്ടിയാണ് നിങ്ങളെ ഉണ്ടാക്കി വച്ചിരിക്കുന്നതും അതിനു വേണ്ടിയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, അപ്ഡേഷൻ ഉണ്ടാവണം. രോഗം വന്ന് നമ്മുടെ മുമ്പിൽ വരുന്നവരെ ചികിത്സിക്കുക, അത് ഡയാലിസിസ് ആയാലും മറ്റ് രോഗങ്ങളായാലും എന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ എല്ലാ CH സെൻ്ററുകളിലും പറയാറുണ്ട്, അപ്ഡേഷൻ ഉണ്ടാവണം. രോഗം വരാതിരിക്കാൻ എന്താണ് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനാവുക? ബഹുമാനപ്പെട്ട MP ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, ഞാൻ ചുരുക്കാൻ, എന്താണ് നമുക്ക് ചെയ്യാനാവുക? ആലോചിക്കേണ്ടുന്ന കാര്യമാണ്. അങ്ങനെ രോഗം വരാതിരിക്കുന്നവർക്ക് ഒരുപാട് പ്രശ്നങ്ങളെ CH സെൻ്ററിന് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയണം. ഞാനിപ്പോൾ പലപ്പോഴും ഇതിൽ ഒരുപാട് ആളുകൾ ആരോട് സംസാരിക്കുമ്പോഴും കാസർഗോട്ടുകാർക്ക് അനിത സാധാരണമായ ഒരു ഐക്യബോധവും ഒപ്പം തന്നെ സേവന മനസ്ഥിതിയൊക്കെ ഉണ്ട്. എല്ലാ അള്ളാഹു നൽകിയിട്ടുള്ള മഹാ അനുഗ്രഹങ്ങൾ കുറേയൊക്കെ ഞാൻ പറയുന്നു പ്രൊഡക്റ്റീവ് സെക്ടറിൽ വിനിയോഗിക്കാൻ കാസർഗോഡിലെ മനുഷ്യർക്ക് കഴിയാറുണ്ട്. അതേ കൂട്ടായ്മകൾ, ഞാനൊക്കെ ഗൾഫിലൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ പോയി അവിടുന്ന് വൈകുന്നേരങ്ങളിൽ നിങ്ങളെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് അബ്ദുള്ളയെ പോലെ ആറങ്ങാടികളിൽ അബ്ദുള്ളയെ പോലെ ആളുകളൊക്കെ അടുത്തൊക്കെ ഇരിക്കുമ്പോൾ അവർക്കൊക്കെ പറയാനുണ്ടാവുന്നത്, നിങ്ങൾ അവിടുത്തെ CH സെൻ്റർ അതിനു വേണ്ടി നടത്തുന്ന സേവനം, അതിനുള്ള പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ ഒരു നാട്ടിൻ്റെ നന്മയെ അതുപോലെ ഉയർത്തിപ്പിടിക്കാൻ മെട്രോ ഹാജി ആവട്ടെ, നിങ്ങൾക്കറിയാമല്ലോ, ഒരു ജീവിതത്തെ അങ്ങനെ തന്നെ നിങ്ങൾ ഈ കാഞ്ഞങ്ങാട്ടിലെ ഒരു ചെറിയ ചുരുങ്ങിയ പ്രദേശത്ത് തൻ്റെ പൊതുജീവിതമാണ് അദ്ദേഹം തുടങ്ങി വെച്ചതെങ്കിലും മെട്രോ ഹാജിയുടെ വിശാലമായ ഒരു പ്രതലത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സമർപ്പിച്ചു വെക്കുകയായിരുന്നു. കരുണ കൊണ്ട്, ഇഷ്ടം കൊണ്ട്. കാസർഗോഡിൻ്റെ സോഴ്സിനെ, കാസർഗോഡിൻ്റെ റിസോഴ്സിനെ ഉപയോഗിച്ച് എത്ര ഇടങ്ങളിൽ എത്ര സ്ഥാപനങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട്. ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, CH സെൻ്റർ ഉണ്ടാകുമ്പോൾ അതിൻ്റെ അപ്ഡേഷൻ ഉണ്ടാവണം. ഒരു ക്ലീശയായിട്ടല്ല, പുതിയ കാലത്ത് പുതിയ സമൂഹം ഏറ്റെടുക്കുന്ന വെല്ലുവിളികളൊക്കെ ഏറ്റെടുക്കാൻ കഴിയാൻ മാത്രമുള്ള വളർച്ചയിലേക്ക് നമ്മുടെ പെൺകുട്ടികളുടെ പുതിയ കാലത്തെ അപ്ഡേഷൻ നിങ്ങൾ സൂക്ഷ്മതയോടുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ്, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത് പെൺകുട്ടികളുടെ ഒരു അനിതസാധാരണമായ ഒരു കുതിച്ചുകയറ്റം മുസ്ലിം വിദ്യാർത്ഥിനികളുടെ രംഗത്തുണ്ടായിട്ടുണ്ട്. അവരെ ഗൈഡ് ചെയ്യാൻ, അവരെ നേരായ വഴികളിൽ കൊണ്ടുവരാൻ, അവരുടെ ക്രിയേറ്റിവിറ്റിയെ ഉപയോഗിക്കാൻ, അവർക്ക് അവരുടെയൊക്കെ കഴിവുകളെ ഒക്കെ ഇവിടെ അതൊക്കെ ഇതിൻ്റെ സംഘാടകർ പറഞ്ഞു ഒക്കെ ഉപയോഗിക്കാൻ വളരെ സ്പിരിച്വലായി തന്നെ അവരെയൊക്കെ തന്നെ ഇതിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കാൻ പുതിയ കാലത്തെ ആൺകുട്ടികൾ അവരുടെയൊക്കെ ഇന്നിപ്പോൾ ഞാൻ നാദാപുരം എന്നോടൊരു സുഹൃത്ത് പറഞ്ഞൊരു അനുഭവം. ഒരു ദിവസം വൈകുന്നേരം ഒരു ടൗൺ മുഴുവൻ ബ്ലോക്കാ പോകുന്നു. നോക്കുമ്പോൾ അവിടെ ഒരു യൂട്യൂബർ അവിടെ വരുന്നുണ്ട്. ആർക്കും അറിയില്ല 25 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികളെ സ്വാധീനിക്കുന്നത് ആരെയാണ് എന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? അവരുടെ ഇൻട്രസ്റ്റ് എത്രയുണ്ട് നിങ്ങൾക്കറിയാം? നിങ്ങൾ CH സെൻ്റർ നടത്തുന്നവരും ഈ സ്റ്റേജിലിരിക്കുന്ന ഞാനടക്കമുള്ള ആളുകളെ മുഴുവൻ പരിശോധിച്ച് നോക്കും. പുതിയ തലമുറയിൽ ഇതിനെക്കുറിച്ച് ഗ്രാഹ്യമുള്ള എത്ര പേരുണ്ട്? അവർ വേറൊരു ബ്ലോക്കിനപ്പുറത്താണ്. നിങ്ങൾ ഇവിടെ അവരെ കൂടെ കൊണ്ടുവരണം, അവരിത് കാണണം. ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ CH സെൻ്ററിൻ്റെ പ്രവർത്തകരോട് പറഞ്ഞു, ആ പരിസരത്തുള്ള സ്കൂളുകളിൽ നിന്നൊക്കെ വോളണ്ടിയർമാർ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും 2 മണിക്കൂർ മെഡിക്കൽ കോളേജ് മുഴുവൻ നടന്നു പോകാൻ അവർക്ക് കഴിയണം. അവരറിയണം, സങ്കടങ്ങൾ അവരറിയണം, വിഷമങ്ങൾ അവരറിയണം, ഉത്തരവാദിത്തങ്ങൾ അവരറിയണം. ഇതെല്ലാം ചേർത്തു പിടിച്ചാണ് നമ്മളൊരു നാടിനെ കെട്ടിപ്പടുത്തത് എന്നുകൂടെ അവരറിയണം. ഒരിക്കലൂടെ ഞാൻ പറയട്ടെ, CH മുഹമ്മദ് കോയ സാഹിബ് കേരളത്തിലെ 42 കൊല്ലം കഴിഞ്ഞിട്ടും മറക്കാതെ മനുഷ്യൻ ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ
ഒരു സമുദായത്തിൻ്റെ ആത്മാഭിമാനമുള്ള വളർച്ചയും ഒക്കെയും. എന്നാൽ ദുരിതം പേറുന്നവൻ്റെയും സങ്കടപ്പെടുന്നവൻ്റെയും കണ്ണുനീര് കൂടി ഒപ്പാൻ ആ മനുഷ്യൻ ഇവിടെ ഒരു സെൻ്ററായി നിങ്ങളുടെ മുമ്പിലുണ്ട്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതം സുഖപ്രദമാക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെയുള്ള ഒരുപടി ആളുകൾ, അവർക്കൊക്കെയും നേരാംവണ്ണം നന്മ നിറഞ്ഞ ജീവിതങ്ങൾ അവർക്ക് സമ്മാനിക്കാൻ കഴിയുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ വരുന്നതിലുള്ള ഹൃദയംഗമായ സന്തോഷം നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഇതിൻ്റെ ഭാരവാഹികൾക്ക്, ഇതിന് നേതൃത്വം കൊടുക്കുന്ന മുഴുവൻ ആളുകൾക്കും, ബഹുമാനപ്പെട്ട സെക്രട്ടറി ഓരോ കാര്യങ്ങളും 1/4 എല്ലാം പറഞ്ഞതുകൊണ്ട് ഞാൻ വിശദീകരിക്കണമെന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമത് പറയുന്നത് കൊണ്ടാണ് ആളുകളുടെ പേര് പറയാതെ പോകുന്നത്. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുമാകുമെന്നതുകൊണ്ട് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.